നമ്മൾ എല്ലാത്തിനും നമ്മൾ സ്നേഹം എന്നാണ് പേരിടുന്നത്. ഇപ്പൊ റീസെന്റ്ലി ഉണ്ടായ ഇൻസിഡന്റില് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞത് അവൾ എന്റെയാണ്, ഞാന് അതുകൊണ്ട് ആ സ്നേഹം കൊണ്ടാണ്, തല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ടാണെന്നുള്ളത്. ഇപ്പൊ അച്ഛനും അമ്മയും കുട്ടിയെ തല്ലുന്ന എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ട്, നന്നാക്കാൻ കൊണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ തല്ലുന്ന എന്തുകൊണ്ടാ? ഒരു നന്നാവാൻ വേണ്ടിയിട്ട്. ഒക്കെ സ്നേഹം കൊണ്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യാറില്ല. നമ്മള് സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് പോലും റേസ് ചെയ്യാത്തത്. ഒരു ഗാർഹിക പീഡനമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലായാൽ പോലും നമ്മളിത് ആരോടും പറയാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും തരാതെ നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വറചട്ടിയിലിട്ട് എടുക്കുന്ന ഈ പരിപാടിക്കാണ് സ്നേഹം എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു നശിച്ച സ്നേഹം എന്ന് തന്നെ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതല്ല സ്നേഹം. നമുക്ക് നമ്മളായിട്ടിരിക്കാനും നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്ന ഇടത്തിനെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ സ്പേസ് തരുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നതാണ് അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഡെഫിനിഷനൊക്കെ മനസ്സിലാവാതെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞതാണ്, ഈ നശിച്ച സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മരിക്കരുത്.